നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൊടിയുമിറങ്ങി 2020 പഴയതുപോലെ തന്നെ അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. സാബുവും ജേക്കബിനെ നിയന്ത്രിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് എന്ന് പറയാതെ വയ്യ. അവർ പറയുന്ന ഉപദേശങ്ങൾ കേട്ട് സാബു എം ജേക്കബ് തുള്ളുകയാണ്, ചാടുകയാണ്. അവസാനം ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ചട്ടിയിൽ കിടക്കുകയാണ്. സാബു എം ജേക്കബിന്റെ പാർട്ടിക്ക് ഒരിക്കലും നിയമസഭയും ലോകസഭയും ഒന്നും പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിനൊക്കെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ കാതിലെത്തുമ്പോഴും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇല്ല പറ്റും എന്ന് പറയുന്ന, അദ്ദേഹത്തെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കരിങ്കല്ലിടിപ്പിക്കുന്ന ഉപജാപക സംഘം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വലിയ ഒരു ഒരു സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ വലിയ മാനക്കേടും ഒക്കെ ഉണ്ടാക്കാൻ കാരണമായിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു പ്രവർത്തകൻ വാട്സപ്പിലിട്ട ഒരു വോയിസ് മെസ്സേജ് ഒന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ അജയ് ചേട്ടാ, ഞാൻ കൃത്യമായൊരു കാൽക്കുലേഷനോടെ കാര്യങ്ങൾ പറഞ്ഞ വേങ്ങൂർ പഞ്ചായത്തിൽ ചൂരത്തോട്, വേങ്ങൂര്, പാണങ്കുഴി, പാണേലി ഈ 4 വാർഡുകളിലും 400 വോട്ട് വെച്ച് 12,200 ബാലൻസുള്ള വാർഡുകളിൽ എങ്ങനെ പോയാലും ഒരു 200 250 അങ്ങനെ വെച്ച് കണക്കൂട്ടിയാണ് ഞങ്ങൾ ഒരു 4000 വോട്ട് ഈ വേങ്ങൂർ പഞ്ചായത്തിൽ കാൽക്കുലേറ്റ് ചെയ്തത്. 1500 വോട്ടായി വാർഡിൽ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർഡിൽ 100 വോട്ട് വെച്ചല്ലേ ഇവിടെ കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഇത്ര മാത്രം പ്രചണ്ഡമായ പ്രചരണം നമ്മൾ നടത്തിയിട്ട് ഒരു മാസക്കാലം ഞാൻ ഇതിൻ്റെ പുറം നടന്നത് എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല. എനിക്കെന്നല്ല, ഇതിന് പണിയെടുത്തവർക്ക് അതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ പണിയെടുത്തതിനേക്കാളും കൂടുതൽ ഈ കുന്നത്തനാട് താലൂക്കിൽ അവർക്ക് സാപ്പാടും അവർക്ക് സർവ്വസന്നാഹങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവർ ഈ ശരിക്കും പറഞ്ഞ സാബു സാറിൻ്റെ അണ്ണാക്കിലേക്ക് അടിക്കല്ലേ ചെയ്തേ. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അത് തന്നെ ഞാൻ പറഞ്ഞത്. ഈ പ്രസ്ഥാനം പിരിച്ചു വിടണമെന്ന് പറഞ്ഞ കാര്യം അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കിഴക്കമ്പലത്തുള്ള 2020 മാർക്കറ്റ് ഉണ്ടോ, ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, കിഴക്കമ്പലം പഞ്ചായത്തിലൂടെ അല്ലെങ്കിൽ ഐക്കരനാട് പഞ്ചായത്തിലൂടെ ആ പഞ്ചായത്തിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ തെരുവ് നായ്ക്കളെ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ കൊണ്ടിട്ടേച്ച് അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതുങ്ങൾ ഇതിൽ കൂടുതൽ നന്ദി കാണിക്കും. ഞാൻ ഗ്യാരണ്ടി പറഞ്ഞേ. ഈ ആളുകൾക്ക് കൊടുത്തതിനേക്കാളും ഈ ആളുകൾക്ക് കൊടുത്ത ഫുഡിനേക്കാളും കൂടുതൽ നന്ദി തെരുവിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിച്ചു കൊണ്ടുവന്ന് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടേച്ച് അവർക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ നായ്ക്കൾ ഒരു സല്യൂട്ട് തന്നെയെങ്കിലും സാബു സാറിന് കൊടുക്കും. അത്രയും എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ, ഇലക്ഷനിലുണ്ടായ പരാജയത്തെക്കുറിച്ച് അയാൾ പറയുന്നത് വളരെ വ്യക്തമായി കേട്ട് കാണും. നമ്മുടെ സ്വന്തം പ്രവർത്തകർ പോലും, അതായത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ആളുകൾ പോലും സാബുവും ജേക്കബിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലും ഭേദം അത് ആർക്ക് കൊടുക്കണമെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് സാബുവും ജേക്കബിൻ്റെ പാർട്ടി ജയിക്കുന്നില്ല? 2020 ശേഷം സാബുവും ജേക്കബിൻ്റെ പാർട്ടി പഞ്ചായത്തുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും ജയിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കെ സാബുവും ജേക്കബിൻ്റെ പാർട്ടി എന്താണ് ചെയ്തത്? നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കാനായിട്ട് പോവുകയാണ്. നിയമസഭാ ഇലക്ഷനിലേക്ക് സ്വാഭാവികമായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസനങ്ങളൊക്കെ ഒന്ന് കീറിമുറിച്ച് പരിശോധിച്ച് നോക്കും. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സാബുവും ജേക്കബിൻ്റെ പാർട്ടി ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലൂടെ വെറും തള്ളലുകളിലൂടെ മാത്രം വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ പിടിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുടങ്ങും എന്ന ഒരു ഗിമ്മിക്ക് വ്യാമോഹ വലയം വാരി വിതറിക്കൊണ്ടാണ് അദ്ദേഹം കിഴക്കമ്പലത്തിന് പുറമെ മറ്റ് 3 പഞ്ചായത്തുകളും പിടിച്ചടക്കുന്നത്. ഐക്കരനാട് പഞ്ചായത്തും മഴുവന്നൂർ പഞ്ചായത്തും ഒപ്പം കുന്നത്തുനാട് പഞ്ചായത്തും ഒക്കെ കിഴക്കമ്പലം മോഡൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പിടിച്ചടക്കുകയായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്തുകളിലൊക്കെ ഇദ്ദേഹത്തിന് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ എതിരാളികൾ എന്തുകൊണ്ട് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സാബുവും ജേക്കബ് കൊണ്ടുവന്നില്ല എന്ന ചോദ്യം ഉയരും. അങ്ങനെ ചോദ്യം ഉയർന്നിരുന്നു. ജനങ്ങൾ പരിശോധിച്ചപ്പോൾ ശരിയാണ്, സാബുവും ജേക്കബ് പറഞ്ഞ ഒരു കാര്യം തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അതുമാത്രമല്ല, ആദ്യമായിട്ട് കിഴക്കമ്പലം പിടിച്ചടക്കുമ്പോൾ അവർ പറഞ്ഞ 19 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 19 കാര്യങ്ങളും അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ നിയമസഭയിലേക്ക് സാബുവും ജേക്കബ് പോയിട്ട്, അല്ലെങ്കിൽ സാബുവും ജേക്കബിൻ്റെ പാർട്ടി പോയിട്ട് എന്താണ് കാര്യം എന്ന് ജനങ്ങൾ വിലയിരുത്തി. അങ്ങനെ നിയമസഭാ ഇലക്ഷനിൽ സാബുവും ജേക്കബിൻ്റെ പാർട്ടിയെ 8 നിലയിൽ ജനങ്ങൾ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം കാണുകയുണ്ടായി.
ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ നടക്കുന്ന സാഹചര്യമുണ്ടായി. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 8 ഇടങ്ങളിലാണല്ലോ സാബു ജേക്കബിന്റെ പാർട്ടി മത്സരിച്ചത്. 8 ഇടങ്ങളിലും 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് ഉപജാപക സംഘങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ പൈസയൊക്കെ കൊടുത്ത് വണ്ടിയിൽ പല ആളുകളെയൊക്കെ പലയിടങ്ങളിലുമൊക്കെ കൊണ്ടുപോയി ഇറക്കി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമൊക്കെ ആ സമയത്ത് പയറ്റിയിരുന്നു. പക്ഷേ അതൊക്കെ 8 നിലയിൽ ചീറ്റുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. സാബു ജേക്കബിനെ പറ്റിച്ച് പൈസയും മേടിച്ച് ബിരിയാണിയും മേടിച്ചടിച്ച് അവസാനം ഈ സാബു ജേക്കബിനെ ഒന്നടക്കം ആളുകൾ, അതായത് PR വർക്കിന് വന്ന ആളുകളാണെങ്കിലും ഇങ്ങനെ പ്രവർത്തിക്കാൻ വന്ന ആളുകളും ഒക്കെ പറ്റിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്നും സാബു ജേക്കബ് ഒരു പാഠവും പഠിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് തൃക്കാക്കരയിലെ നിയമസഭാംഗമായിരുന്ന PT തോമസ് അന്തരിച്ച ആ ഒരു സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ 2020യുടെ വോട്ട് ആർക്ക് കിട്ടുമെന്നതിനെ പറ്റിയുള്ള ചർച്ച വരുന്നു. അങ്ങനെ സാബു ജേക്കബിൻ്റെ 2020യുടെ വോട്ടിന് വേണ്ടി പലരും കിടമത്സരം നടത്തുന്നു. പിന്നെയാണ് അറിയുന്നത് സാബു ജേക്കബിൻ്റെ പാർട്ടിക്ക് സത്യത്തിൽ അവിടെ ഒരു വോട്ടില്ല എന്നത്. നമുക്ക് വ്യക്തമായി അറിയാം, നിയമസഭാ ഇലക്ഷനിൽ സാബു ജേക്കബിൻ്റെ സ്ഥാനാർത്ഥികളോട് മത്സരിക്കുമ്പോൾ സാബു ജേക്കബിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അന്ന് അവിടെ കിട്ടിയ വോട്ടിന് കാരണം അന്ന് അവിടെ ആപ്പൊന്നും മത്സരിക്കാൻ രംഗത്തുണ്ടായിരുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറച്ച് ആ ആപ്പിൻ്റെ വോട്ടൊക്കെയാണ് അന്ന് 2020ക്ക് കിട്ടിയത് എന്ന് നന്നായിട്ട് വ്യക്തമായിട്ട് രാഷ്ട്രീയം പഠിക്കുന്നവർക്കറിയാം. അത് തന്നെ ആ ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാനും സാധിച്ചു. ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സാബു ജേക്കബിനെ ചട്ടം കെട്ടിച്ച് ഈ ഉപജാപക സംഘം ഇറക്കുകയാണ്. സാബു ഇവർ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച് ഒത്തിരി പണം അദ്ദേഹം മുടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ നഷ്ടം പറ്റി കാണും. ബാനറുകൾ പലയിടങ്ങളിൽ വെക്കുന്നു, വലിയ രീതിയിലുള്ള പല പ്രചാരണ പരിപാടികൾ അദ്ദേഹം നടത്തുന്നു. അങ്ങനെ സാബു ജേക്കബ് എന്ന് പറയുന്ന ബിസിനസ്മാൻ പൊളിറ്റിക്സിൽ ലോക്സഭയിൽ ഒരു MP ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ പറയുന്ന ചില ഉപദേശകർ കൊടുക്കുന്ന തെറ്റിദ്ധാരണ പടർത്തുന്ന തെറ്റായ സന്ദേശങ്ങൾ കേട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ശേഷം എന്താണ് സംഭവിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഒന്ന് ചാലക്കുടിയിലാണ്, 2 എറണാകുളത്താണ്. ഈ 2 ഇടങ്ങളിലും റിസൾട്ട് വരുമ്പോൾ 8 നിലയിൽ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരെ സംബന്ധിച്ച് ഒരു കുഴപ്പവുമില്ല. പക്ഷേ സാബുവിനെ സംബന്ധിച്ച് സാബുവിന് വീണ്ടും വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സാബു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സാബുവിന് വലിയ ധാരണകളില്ല എന്ന് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കാനായിട്ട് സാബു ജേക്കബിൻ്റെ പാർട്ടി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാകണം സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ എൻ്റെ പാർട്ടിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കണം. ഇതൊക്കെ സാബു ജേക്കബ് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊക്കെ ചിന്തിക്കാനുള്ള അവസരം ഈ കൂടെയുള്ള ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം, ഇവിടെ കർഷക സമരം നടന്നു. സാബു ജേക്കബിൻ്റെ പാർട്ടിക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. ശേഷം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രതിഷേധങ്ങൾ നടന്നു. സാബു ജേക്കബിൻ്റെ പാർട്ടിക്ക് ഇതിലൊന്നും ഒരു നിലപാടില്ല. ഇലക്ട്ര ബോണ്ടിൽ സാബു ജേക്കബിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ കമ്പനി ഓട്ടോമാറ്റിക്കലി 25 CR ആണ് BRSന് കൊടുത്തത് എന്ന കാര്യം നമുക്കറിയാം. SBI പുറത്തുവിട്ട പട്ടികയിൽ വളരെ വ്യക്തമായി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് സാബു ജേക്കബ് ചിന്തിക്കുന്നേയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം മണിപ്പൂർ വിഷയത്തിൽ സാബു ജേക്കബിൻ്റെ പാർട്ടിക്ക് എന്ത് നിലപാടാണുള്ളത്? ഒരു നിലപാടുമില്ല. സാബു ജേക്കബിൻ്റെ പാർട്ടി പ്രചാരണം നടത്തുമ്പോൾ രാജ്യത്തെ സംബന്ധിക്കുന്ന എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്? അവർ സംഘപരിവാരങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടോ? അവർ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ സംസാരിക്കുന്നുണ്ടോ? ഏകാധിപത്യ ഭരണത്തിനെതിരെ സംസാരിക്കുന്നുണ്ടോ? ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. സാബു ജേക്കബിൻ്റെ പാർട്ടി പ്രചാരണ പരിപാടികൾ നടത്തുമ്പോൾ സത്യത്തിൽ അവർ പറയുന്ന പൊളിറ്റിക്സ് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു പാർട്ടി പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുക, അങ്ങനെയുള്ള ലോക്കൽ പൊളിറ്റിക്സ് മാത്രമാണ് സാബു ജേക്കബിൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു നിയമസഭാ MLA ഒക്കെ കിട്ടാൻ പാകത്തിനുള്ള ഒരു അത്രയൊക്കെ ഒരു കഴിവുറ്റ ഒരു പാർട്ടിയാണ് നമുക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. കാരണം ഒരു വിഷയത്തിലും ഒരു നിലപാടുമില്ലാത്ത, ഒരു പ്രതികരണശേഷിയില്ലാത്ത പാർട്ടിയാണ് സാബു ജേക്കബിൻ്റെ 2020 എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് ജനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പോകെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സാബു ജേക്കബിൻ്റെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. സോ ആളുകളെയൊക്കെ പെട്ടെന്ന് ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ ഒരു മുഖമാണ്. കാരണം അദ്ദേഹം ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ ഒരു മികച്ച ഒരു ബിസിനസ്മാൻ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സാബു ജേക്കബിന് തന്നെ കൊടുത്തേ മതിയാകൂ. ആ സാബു ജേക്കബ് ഇങ്ങനെ ഒരു പാർട്ടി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഓർത്തു ഇതിലൊരു പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാകില്ല, സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു പാർട്ടിയാകുമെന്ന് വിചാരിച്ചു. പക്ഷേ സാബു ജേക്കബ് ഒരു അധികാരമോഹിയാണെന്ന് കാണിച്ചു തന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത്. കമ്പനി മോഡൽ ഭരണമാണ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമൊക്കെ വളരെ മോശമായിരുന്നു. ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോട് മിണ്ടാൻ പാടില്ല എന്ന വിലക്ക് സ്വന്തം
അണികൾക്കും നേതാക്കൾക്കും ഒക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ സംസാരിച്ച ആളുകളെയൊക്കെ സ്വന്തം പാർട്ടിയിൽ നിന്ന് എടുത്തു കളയുന്ന ചില കാഴ്ചകളുമൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യമുണ്ടായി. ജനാധിപത്യ വിരുദ്ധമായ ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള പല നീക്കങ്ങളുമൊക്കെയാണ് സാബുവും ജേക്കബിൻ്റെ 2020 എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് നമ്മൾ കണ്ടത്. അടിമത്ത ഭരണവും ഏകാധിപത്യ ഭരണവും ഒക്കെ നടപ്പിലാക്കി സാബുവും ജേക്കബിൻ്റെ 2020 എന്ന് പറയുന്ന പാർട്ടി ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പല പ്രചാരണങ്ങൾ നടത്താനും മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരുടെ പാർട്ടിയെ വളർത്താനും ഒക്കെ ഒരുപാട് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുന്നോട്ട് പോകലിൽ, അതായത് ഒരു ടൈം പിടിക്കുന്നു, 2 ടൈം പിടിക്കുന്നു, അങ്ങനെ പിടിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗീബൽസ്യൻ തന്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത്രയും ഒരു കള്ളം പലവട്ടം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ വിശ്വസിക്കും എന്നാണല്ലോ ഈ ഗീബൽസ്യൻ തന്ത്രത്തിൽ പറയുന്നത്. പക്ഷേ അതൊരിക്കൽ പിടിക്കപ്പെടും. അങ്ങനെ സാബുവും ജേക്കബിൻ്റെ ഈ ഗീബൽസ്യൻ തന്ത്രം പൊളിഞ്ഞത് 2020 നമുക്ക് ഉറപ്പിച്ചു പറയാം. അവിടെ മുതലാണ് സാബുവും ജേക്കബിൻ്റെ പരാജയം തുടങ്ങുന്നത്. പിന്നീടാണ് സാബുവും ജേക്കബിൻ്റെ ഈ പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ എന്താ പറയുക, അദ്ദേഹത്തെ പറ്റിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ചില ഉപദേശകർ അദ്ദേഹത്തെ കൺഫ്യൂസ്ഡ് ആക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കും, നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചാൽ ജയിക്കും എന്നൊക്കെ സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാബുവും ജേക്കബിനെ ചുമ്മാ തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ സാബുവും ജേക്കബിനെ വട്ട് കളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇങ്ങനെ എടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ സാബുവും ജേക്കബിൻ്റെ പാർട്ടി മത്സരിച്ചപ്പോൾ സാബു പറഞ്ഞത് 8 ഇടങ്ങളിൽ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആര് സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 140 മണ്ഡലങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വെറും 8 MLA മാർ വിചാരിച്ചാൽ ഒരു സർക്കാർ ആര് ഭരിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും എന്ന് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ പറയുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം രാഷ്ട്രീയ ബോധമുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ രാഷ്ട്രീയ ബോധമേ സാബുവിനുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകളൊക്കെയാണ് ഇദ്ദേഹത്തിനൊപ്പം കൂടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിലൊക്കെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് സാബുവും ജേക്കബിൻ്റെ പാർട്ടിയുടെ പല പോസ്റ്ററുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ സാബുവും ജേക്കബിനോട് പുച്ഛമാണ് തോന്നുന്നത്, സങ്കടമാണ് തോന്നുന്നത്. കാരണം ഒരു ബിസിനസ്മാന് സ്വാഭാവികമായിട്ടും തൻ്റെ ബിസിനസ് മോശമാകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നാണ് ആലോചിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും സാബുവും ജേക്കബിൻ്റെ 2020 എന്ന് പറയുന്ന പാർട്ടി എന്തായാലും അസ്തമിച്ചു എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അത് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർ സമ്മതിക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് ഇപ്പോഴും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ തന്നെ സ്വന്തം MLA പങ്കെടുക്കുന്ന പരിപാടിയിൽ പോലും പങ്കെടുക്കരുതെന്ന് വിലക്ക് പ്രഖ്യാപിക്കുന്ന ഒരു അധ്യക്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വിചിത്രമായിട്ടുള്ള പല ആചാരങ്ങളൊക്കെയാണ് ഈ പാർട്ടി വെച്ച് പുലർത്തുന്നത്. മന്ത്രിമാർ, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ഇങ്ങനെ ഒരു പരിപാടികളിൽ പോലും പങ്കെടുക്കരുത്, അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കുന്ന ആളുകളെ പുറത്താക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ സാബുവും ജേക്കബിൻ്റെ പാർട്ടി അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൊട്ടിയിരിക്കുകയാണ്, 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. സാബുവും ജേക്കബ് പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാബുവും ജേക്കബ് എന്ന് പറയുന്ന ആ ബിസിനസ്മാൻ താങ്കളുടെ ബിസിനസ്സിൽ നോക്കി ബിസിനസ്സൊക്കെ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം സ്വാഭാവികമായിട്ടും അങ്ങ് ഈ പറയുന്നത് പോലെ മറ്റുള്ള ആളുകളുടെ ഈ ഉപജാപക സംഘത്തിൻ്റെയൊക്കെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ബിസിനസ്സിനും അത് വലിയ തോതിൽ ബാധിക്കും. രാഷ്ട്രീയം നോക്കാൻ, രാഷ്ട്രീയത്തെ അറിയുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. സാബുവും ജേക്കബ് 2020 ഇറങ്ങിയ പിന്നെ സാബുവിനെ സംബന്ധിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കോട്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സാബുവും ജേക്കബ് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയ പിന്നെ സാബുവും ജേക്കബിൻ്റെ തുടക്കത്തിലുള്ള പോക്കൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ സാബുവും ജേക്കബിൻ്റെ ലക്ഷ്യം അധികാരങ്ങളാണ്, അധികാര കസേരയാണ്, ഏകാധിപതിയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയോടുകൂടി തന്നെ സാബുവും ജേക്കബിൻ്റെ എല്ലാ കള്ളങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും ഒക്കെ അവിടെ പൊളിഞ്ഞതാണ്. സാബുവും ജേക്കബ് എന്ന് പറയുന്ന ബിസിനസ്മാൻ സത്യത്തിൽ ആ ബിസിനസ്സും നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ ഇത്രത്തോളം അദ്ദേഹത്തിന് കോട്ടങ്ങൾ സംഭവിക്കുകയില്ലായിരുന്നു. അദ്ദേഹത്തെ ഫിക്കി സംഘടന പോലും ഒരു ഘട്ടത്തിൽ തള്ളി നീക്കുന്നത്, അതായത് വ്യവസായികളുടെ ഏറ്റവും വലിയ സംഘടനയാണ്, ആ സംഘടനകൾ പോലും ഒരു തവണ ഈ സാബുവും ജേക്കബിനെ തള്ളി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് സാബുവും ജേക്കബിൻ്റെ മാത്രം ഒരു നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് എന്നൊക്കെ ഫിക്കി സംഘടന പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല ഈ ഇലക്ഷനിലൊക്കെ അദ്ദേഹം പൈസ മുടക്കി ആളുകളെ ഇറക്കി വോട്ട് പിടിക്കാൻ ഇറക്കി വിടുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. സാബു കുറച്ചുകൂടി രാഷ്ട്രീയത്തിലൊക്കെ ഒരു പക്വത കാണിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ പക്വത കാണിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് എത്രത്തോളം ഗ്രൗണ്ടുണ്ട്, എത്രത്തോളം വലിയൊരു ഗ്രൗണ്ടിൽ നിന്നാണ് ആ പാർട്ടിക്ക് കളിക്കാൻ കഴിയുക എന്ന കാര്യങ്ങളൊക്കെ സാബു സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് കേരളമാണ്, ഇത് UP അല്ല എന്ന് സാബുവും ജേക്കബിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.